ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ജീവിതമാർഗ്ഗമാകുമല്ലോ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ആന്ധ്രാപ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റാണ് ചിറ്റൂർ. നമ്മുടെ നാട്ടിലെ ചിറ്റൂരിനെ പറ്റിയും ഇവിടുത്തെ ആളുകൾ സംസാരിക്കാറുണ്ട്. കൊള്ളാം, വലിയൊരു വാണിജ്യ നഗരം. ഇവിടെ വീടുകളും കടകളൊക്കെ തന്നെ ഇടകലർന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മുന്നേ നമ്മൾ പല ഏരിയയിലും ഇതുപോലത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. തിരക്ക് പിടിച്ചൊരു ജീവിതമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാം. നമുക്കങ്ങോട്ടൊന്നും പോയി നോക്കാം. ഇന്നിവിടെ ക്ഷേത്ര ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുപാട് ആളുകൾ വന്ന് പോകുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 11 മണിയോട് അടുത്തിട്ടുണ്ട്. ഈ നേരത്തും ഇവിടെ ആളുകളുടെ തിരക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മനോഹരമായൊരു ക്ഷേത്രം കരിങ്കല്ലിനാലാണ് തീർത്തിട്ടുള്ളത്. പല വർണ്ണങ്ങളിലൊക്കെ തന്നെ ദേവീദേവന്മാരുടെ ഫോട്ടോസ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. മുന്നിലായിട്ട് മരത്തിൽ തീർത്ത വലിയൊരു ഡോറ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കവാടത്തിൻ്റെ ആ ഒരു വലിപ്പമാണ് ഞാനിങ്ങനെ നോക്കി നിന്നത്. ഇന്നിവിടെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് ഏരിയയിലേക്ക് നോക്കിയാലും തിരക്ക് പിടിച്ചൊരു സമയമായിട്ടാണ് തോന്നുന്നത്. നേരത്തെ കണ്ട കവാടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ കവാടത്തിന്റെ നിർമ്മിതി. ഒരുപാട് ഹൈറ്റിലാണ് ഇതിങ്ങനെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ഒരുപാട് ശില്പങ്ങളൊക്കെ തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരുപാട് ജനങ്ങൾ എന്തിനൊക്കെയോ ക്യൂ നിൽക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മുന്നിലേക്ക് വരുമ്പോൾ ഇതുപോലെ വേറെയും ഒരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ചെറിയ ക്ഷേത്രം. ഒരു ചേച്ചി അവിടെ ഇങ്ങനെ വിശ്രമിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു മരച്ചുവട്ടിലായിട്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ക്ഷേത്രത്തിന് ഗേറ്റുകൾ കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതുപോലത്തെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഉത്സവമായതുകൊണ്ട് ഇങ്ങനെയുള്ള വർണ്ണപ്പൂക്കളൊക്കെ തന്നെ എല്ലാ വീട്ടുമുറ്റത്തും അവരുടെ സ്ഥാപനങ്ങളുടെ മുന്നിലുമൊക്കെയായിട്ട് വരിച്ചു വെച്ചതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ചുമരിൽ 2 വീട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ കൂട്ടിയോജിപ്പിച്ച് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ വളരെ നിഷ്കളങ്കരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തമിഴ്നാടിനോട് ടച്ചിങ് ഉള്ളത് കൊണ്ട് തന്നെ തമിഴും ഇവിടുത്തെ ആളുകൾക്ക് സംസാരിക്കാൻ അറിയും. ബോക്സ് ടൈപ്പിലാണ് ഇവിടുത്തെ വീടുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വീണ്ടും നമ്മളൊരു ക്ഷേത്രം കാണുകയാണ്. ഒരു മരച്ചുവട്ടിലായിട്ടാണ് ആ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം. കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള സാഹചര്യം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് എല്ലാവരും. ഈ ഒരു റോഡ് കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് നമുക്ക് കുറച്ച് വീടുകൾ കാണാം. ഓലയിലാണ് വീടിന്റെ നിർമ്മാണം. എന്തിനോ വേണ്ടിയിട്ട് ഓല അവിടെ ഇങ്ങനെ ചാരി വെച്ചതും കാണാൻ സാധിക്കും. ഇതിലേക്ക് വന്നപ്പോൾ 2 രാജാക്കന്മാരെ കാണാം. ഇതൊരു വർക്ക്ഷോപ്പാണ്. യമഹയുടെ RX100, RX135 എന്നീ വാഹനങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന വർക്ക്ഷോപ്പ്. വീണ്ടും നമുക്കൊരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. 50 മീറ്റർ ഗ്യാപ്പിൽ ഓരോ ക്ഷേത്രങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഇടവിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ക്ഷേത്രം വലിയൊരു ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നത്. പച്ച നിറത്തിലാണ് അതിൻ്റെ ഒരു ഔട്ടർ ലുക്ക് നമുക്ക് കിട്ടുന്നത്. രാത്രിയായി കഴിഞ്ഞാൽ ഇവിടങ്ങളിലൊക്കെ തന്നെ വർണ്ണ നിറങ്ങളാകും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എല്ലാ സ്ഥലങ്ങളിലും മാല ബൾബുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ആ കാഴ്ച കണ്ടതാണ്. ഇന്ന് രാത്രി നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ടു നോക്കണം. മുന്നിലേക്ക് വന്നപ്പോൾ ചക്ക വിൽക്കുന്ന ഒരു കട കാണാൻ സാധിക്കുന്നുണ്ട്. ചക്കക്കൊക്കെ ഇവിടെ എന്താ മാർക്കറ്റ്. 4 കൂടി ഒരു ജംഗ്ഷൻ. എവിടേക്ക് നോക്കിയാലും ഒരുപോലത്തെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പഴമയിലുള്ള ബിൽഡിംഗ് കാണാം. തൊട്ടടുത്തായിട്ട് ഒരു ബിൽഡിംഗ് കാണാം. ഗോഡൌൺ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് കട കാണുന്നുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ടാകാം യാത്ര. നല്ല ചൂട്. ഇവിടെ വന്നപ്പോഴാണ് ഇതുപോലത്തെ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കുപ്പി ഫ്രൂട്ട്സിന് 30 രൂപയെ വരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ കടക്കാർക്കും ഇത് പരീക്ഷിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനിതിങ്ങനെ പകർത്തിയത്. എന്തായാലും ഒരുപാട് ഫ്രൂട്ട്സുകൾ അടങ്ങിയിട്ടുള്ള ആ ഒരു കുപ്പി 30 രൂപയ്ക്ക് കിട്ടുന്നത് വളരെയധികം സന്തോഷം തന്നെയാണ്. മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലൊരു കളക്ടറേറ്റ് ഓഫീസ് കാണുന്നുണ്ട്. ഇവിടെ നോക്കിയാലും തിരക്ക് പിടിച്ചൊരു ജീവിതമായിട്ടാണ് ഇവിടുത്തെ രീതികളൊക്കെ തന്നെ. ബ്രേക്കിന് പകരം കൂടുതൽ ആളുകളും ഹോണാണ് ഉപയോഗിക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണത്. ചിറ്റൂർ കോർട്ട് കോംപ്ലക്സ് എന്നെല്ലാം കാണുന്നുണ്ട്. എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ഞാൻ മുന്നിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും അതിൻ്റെ ആ ഒരു നിർമ്മാണം കൊള്ളാം. ബോക്സ് ടൈപ്പിൽ വളരെ ഭംഗിയായിട്ടാണ് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ഒരുപാട് നിലകളിൽ പ്രവർത്തിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. നല്ലൊരു ചായക്കടയാണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഇനിയൊരു ചായ കുടിക്കാം. ചായക്കെറ്റിൽ പിടിച്ച് നിൽക്കുന്ന ആ ഒരു രൂപം മനോഹരമായിട്ട്. ഏതായാലും ഉള്ളിലേക്ക് വന്ന് ഒരു കോഫിയാണ് പറഞ്ഞിട്ടുള്ളത്. ഉള്ളിലെ സിറ്റുവേഷൻസ് ഒക്കെ ഇതുപോലെയാണ്. പള്ളി മറിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഇവിടുത്തുകാർക്ക് ഇത് സുപരിചിതമാണ്. എന്താലേ ഈ പെരും വെയിലത്ത് 12:30 മണിക്ക് ഇതുപോലെ ചായ കുടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ. ചായക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരുപാട് ഷോപ്പുകൾ. നമ്മളും ഇപ്പോൾ ഈ ചായപ്രേമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയി. ബൈക്കുകളെല്ലാം തന്നെ തലങ്ങും വിലങ്ങും ഇട്ടത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഹെൽമെറ്റ് ഇട്ടാലാണ് പോലീസ് പിടിക്കുക എന്നുള്ളൊരു ചെറിയ കോമഡിയും ഉണ്ട്. മാല പൊട്ടിക്കാനോ മറ്റുമായി വരുന്ന ആളുകളൊക്കെയാണ് ഇവിടെ ഹെൽമെറ്റ് ഉപയോഗിക്കാറ് എന്നുള്ളൊരു വാർത്തയും നമ്മൾ മുന്നേ കേട്ടതാണ്. ിലേക്കൊന്നും പ്രീമിയം കാറുകൾ കൊണ്ട് വരാതിരിക്കുകയാണ് നല്ലത്. ബൈക്കുകളൊക്കെ തന്നെ ചാരിറ്റും ഒരതിയിട്ടുമാണ് പോവുക. അവരുടെ കണക്കിൽ ഇതെല്ലാം തന്നെ കാറുകളാണല്ലോ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഇങ്ങോട്ട് വന്ന് വരുതിയാലും അങ്ങോട്ട് കാശ് കൊടുക്കേണ്ട അവസ്ഥയും വരാം. എന്തായാലും മാർക്കറ്റിൻ്റെ സാഹചര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെയാണ്. ഇവിടങ്ങളിൽ ഈ കാണുന്ന പ്ലേറ്റ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്.
കാണുന്ന ഏരിയകളൊക്കെ തന്നെ സ്റ്റേഷനറി സാധനങ്ങളുടെ ഒരു ഹോൾസെയിൽ ഏരിയ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലൊരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. സായിബാബ ക്ഷേത്രമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേറൊരു സ്ഥലത്തായിട്ട് വലിയൊരു ക്ഷേത്രം പോലത്തെ ഒരു നിർമ്മിതി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്രിസ്ത്യൻ ചർച്ചിൻ്റെയും മുസ്ലിം പള്ളിയുടെയും ഹിന്ദു അമ്പലങ്ങളുടെയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും.